ഹലോ, നിങ്ങൾക്ക് രേണുസുധിയുടെ വീഡിയോ മാത്രം മതി, എൻ്റെ ബാക്കിയുള്ള വീഡിയോ കൂടെ ഒന്ന് കാണുന്നേ. ഈ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി, പിന്നെ അതിലേ വിട്ടുപോയതാണ്. എന്നാൽ ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കണ്ടു, അപ്പോൾ വീണ്ടും ഈ ടോപ്പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ആ ന്യൂസ് എന്താണെന്ന് കേൾക്കാം. മഹാരാഷ്ട്രയിലെ സ്കൂളിൽ ആർത്തവ പരിശോധന. RS ധമാനി സ്കൂളിലാണ് പരിശോധന നടത്തിയത്. 5 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികളിലാണ് പരിശോധന നടത്തിയത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് നോബൽ മാരിക്കാരൻ. ബ്ലഡ് സ്റ്റെയിൻ ഒരു ശുചിമുറിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഈ കുട്ടികളെ എല്ലാവരെയും പരിശോധിക്കുന്ന വിചിത്രമായ ഒരു സംഭവമാണോ അവിടെ അരങ്ങേറിയത്? നോബൽ, ബാത്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടതിൻ്റെ പേരിൽ 5 മുതൽ 10 വരെയുള്ള പെൺകുട്ടികളിൽ ആർത്തവ പരിശോധന നടത്തി, അതും അധ്യാപകന്മാരെ അടക്കം വെച്ചിട്ട്. എന്തൊരവസ്ഥയാണല്ലേ! എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബ്ലഡ് സ്റ്റെയിൻ കണ്ടത് അത് ഈ പെൺകുട്ടികളുടെ ആണെന്ന് ഇവരെങ്ങനെ ഉറപ്പിച്ചു? അവിടെ അധ്യാപികമാരുണ്ട്, ഈ ടീച്ചേഴ്സിൻ്റെ അല്ല എന്നിവർക്കെങ്ങനെ മനസ്സിലായി? ഈ കുട്ടികളുടെ മാത്രം അങ്ങ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നോ? ഈ അധ്യാപകന്മാരെന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല? ആ കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസം നേടാൻ പോയിട്ട് ആ സ്കൂളിൽ നിന്ന് ആ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപമാനമായിരുന്നു. ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഏത് രീതിയിലായിരിക്കും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ സമയങ്ങളിൽ? ഈ ആർത്തവത്തിനെ കുറിച്ചും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന സ്കൂളുകളിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പോലും ഇത് വെറും വല്ലാത്തൊരു അപമാനമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് വിശ്വസിച്ചിട്ട് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലോട്ട് അയക്കും എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് വരത്തേ ഉള്ളൂ. ഒരു ബ്ലഡ് സ്റ്റെയിൻ കണ്ടത് ഇത്രയും മാത്രം എത്തിക്കാനുള്ള എന്തെങ്കിലും അതിലുണ്ടായിരുന്നോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കണ്ടത് ആരാണെങ്കിലും കഴുകിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ കോളേജും സ്കൂളും മൊത്തം അറിയിച്ച് അവിടുത്തെ കുട്ടികൾ മൊത്തം പിടിച്ചോണ്ട് വന്ന് പരിശോധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ പീരീഡ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്കും ഉണ്ടാവും. അവരിവരെന്തുവാ പിടിച്ചുകൊണ്ട് വന്ന് പരിശോധിക്കൂ? അതൊന്നും ചെയ്തില്ലല്ലോ. ഈ കുട്ടികളെ മാത്രം പിടിച്ചുകൊണ്ട് വന്ന് പരിശോധിച്ചതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ ആർക്കെങ്കിലും ആ മാനസികാവസ്ഥ എന്താണെന്ന് ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അല്ല, എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.